പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ കനവൂറ്റിയേ സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. സഖാക്കളുടെ അടിവേരറുത്ത വരികള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വർണം കെട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ. പൊന്നയ്യപ്പന്റെ പൊന്ന് കട്ടവരെ തുറന്നു കാട്ടിയ വരികള്. ആ വരികള് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിലെ വളരെ ചർച്ചയായ ട്രെൻഡിങ് ആയ വരികള് ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് LDFന്റെ അടിവേററുത്തതിന് ശേഷവും സഖാക്കളുടെ കാലിനടിയിലെ മണ്ണെല്ലാം ഇങ്ങ് മാന്തിയെടുത്തതിന് ശേഷവും ഇന്ന് ജനമനസ്സുകളിൽ അല്ലെങ്കിൽ ആഘോഷത്തിന്റെ വേദികളിൽ അതിങ്ങനെ നിറഞ്ഞു കവിയുകയാണ്. അതാണ് PC വിശ്വനാഥും ഏറ്റുപാടുകയാ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റിയേ. പോറ്റിയെ കേറ്റി എവിടെ? പോറ്റിയെ ശബരിമലയിൽ കേറ്റി സന്നിധാനത്ത് എത്തിച്ചു. അയ്യന്റെ തിരുസന്നിധാനത്തിൽ പോറ്റിയെ എത്തിച്ചു. എന്നിട്ട് അയ്യന്റെ പൊന്ന് കൊള്ളയടിച്ചു. എന്നിട്ട് എന്താക്കി? ആ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും കൊണ്ടുപോയി പുട്ടടിച്ചു നക്കി. സഖാക്കളിന്ന് പെൻഷൻ നക്കി എന്ന് പറഞ്ഞ് നടക്കുന്ന സഖാക്കള്, ആ സഖാക്കള് നക്കിയത് അയ്യന്റെ പൊന്നാണ്. ആ അയ്യന്റെ പൊന്ന് കട്ടവരെ ജനമെടുത്തെറിഞ്ഞു. എങ്ങോട്ട്? മാലിന്യ കൂമ്പാരത്തിലേക്ക്. കടക്ക് പുറത്ത് വിജയ എന്ന് ജനം പറയുകയാ. ഈ തെരഞ്ഞെടുപ്പ് ഇത്രമാത്രം ചർച്ച ചെയ്തത് അയ്യന്റെ പൊന്നിനെ കുറിച്ചാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയ്യപ്പ സംഗമം നടത്തിയിട്ട് അയ്യപ്പനെ പ്രീതിപ്പെടുത്താൻ അയ്യന്റെ പൊന്ന് കട്ടതിന് പയ്യന്നൂരിലെ പണിക്കര് പറഞ്ഞതനുസരിച്ച് അയ്യപ്പ സംഗമം നടത്തി. ആ അയ്യപ്പ സംഗമം നടത്തിയിട്ട് അയ്യന്റെ പൊന്ന് കട്ടതിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ, പരിഹാരക്രിയ എന്നുള്ള രീതിയിൽ ഒരു അയ്യപ്പ സംഗമം നടത്തി, ആഗോള അയ്യപ്പ സംഗമം. പക്ഷേ അവിടെയും അയ്യപ്പനെ പ്രകോപിതനാക്കുന്ന പ്രവർത്തികൾ സഖാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്താണ് ആ പ്രവൃത്തി? അയ്യപ്പൻ പൊറുക്കുമായിരുന്നു. ആ അയ്യപ്പ സംഗമത്തോടു കൂടി അയ്യപ്പൻ പൊറുക്കുമായിരുന്നു. പക്ഷെ പൊറുത്തില്ല. അയ്യപ്പന്റെ കോപം ഇരട്ടിച്ചു. കാരണം എന്താ? കാരണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഇവർക്കിതിൽ യാതൊരുവിധ ആത്മാർത്ഥതയും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ ഉപരി വലിയ കാരണം എന്ന് പറയുന്നത് ആ അയ്യന്റെ മുന്നിൽ കൊണ്ടുവന്ന് വായിച്ചത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ബുൾഡോസർ രാജിന്റെ പിതാവ്, വർഗീയവാദി ഈ പറയുന്ന യോഗി ആദിത്യനാഥിന്റെ സന്ദേശമാണ് മന്ത്രി വാസവൻ വായിച്ചത്. അതോടുകൂടി കയ്യിൽ നിന്നെല്ലാം പോയി. അത് വായിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയ്യപ്പൻ ഒന്ന് ക്ഷമിച്ചേനെ, അയ്യപ്പൻ ഒരു പൊടിക്ക് അടങ്ങിയേനെ. പക്ഷേ നോ വേ. ആ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതോടുകൂടി അയ്യപ്പന്റെ കോപം ഇരട്ടിച്ചു. അയ്യപ്പൻ ഒന്ന് തീരുമാനിച്ചു, ഈ അമ്പലക്കള്ളന്മാര്, ഈ കൊള്ളക്കാര് തന്റെ പൊന്നു പോലും അടിച്ചു കൊണ്ടുപോയി വിറ്റ് കാശാക്കി നക്കിയ കൊള്ളക്കാര് ഇനി അധികാരത്തിൽ ഇരിക്കണ്ട എന്ന് അയ്യപ്പൻ അങ്ങോട്ട് തീരുമാനിച്ചു. എന്തൊക്കെ ശ്രമിച്ചു സഖാക്കൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കേരളത്തിലെ CPMന്റെ ഏറ്റവും വലിയ ശത്രു, ആ ശത്രുവിനെ കൊത്തിക്കേറി, പച്ചക്ക് കൊത്തിക്കേറി. തെരുവ് പട്ടികൾ എല്ലും കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടുന്നത് പോലെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഒത്താശയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടി. എന്നിട്ട് എന്തുണ്ടായി? പക്ഷേ അയ്യപ്പൻ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നൽകുന്ന വലിയ സന്തോഷം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ഈ ഒരു പാട്ട്
ഈ ഒരു പാട്ട് ഇത്രയധികം ഇതിന്റെ വരികള് ജനം ഏറ്റുപിടിക്കുകയാണ് ഇപ്പോ. എല്ലായിടത്തും എവിടെ നോക്കിയാലും ഈ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. അയ്യന്റെ പൊന്ന് കട്ടത് സഖാക്കളാണ് അയ്യപ്പാ. ആ സഖാക്കൾ എവിടെയാ കിടക്കുന്നത്? ആ സഖാക്കൾ ഇന്നും ജയിലിൽ കിടക്കുന്നു. ആ സഖാക്കൾ ഇപ്പോഴും പാർട്ടിയുടെ അംഗമാണ്. ആ സഖാക്കൾ ഇന്നും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലെ അംഗമാണ്. ആ സഖാക്കളെ, ആ ജയിലിൽ കിടക്കുന്ന സഖാക്കളെ ദേവസ്വം പ്രസിഡന്റുമാരും തിരുവാഭരണ കമ്മീഷണർമാരും ഒക്കെ ആക്കിയത് പിണറായി വിജയനാണ്. അവരതാകാനുള്ള യോഗ്യത എന്തായിരുന്നു? യോഗ്യത ഒന്ന് മാത്രമാണ്. മാനദണ്ഡം എന്ന് പറയുന്നത് ഒറ്റ കാര്യം മാത്രമായിരുന്നു, സഖാവാണെന്നുള്ള മാനദണ്ഡം. സഖാവായത് കൊണ്ട് മാത്രം ദേവസ്വം പ്രസിഡന്റായ പത്മകുമാർ, സഖാവായത് കൊണ്ട് മാത്രം ദേവസ്വം പ്രസിഡന്റായ എൻ വാസു, സഖാവായത് കൊണ്ട് മാത്രം തിരുവാഭരണ കമ്മീഷണറായ മുരാരി ബാബു, ഇവരോടൊക്കെ അടുത്ത ബന്ധമുണ്ടായത് കൊണ്ട് മാത്രം സ്പോൺസറായി ഏജന്റായി സന്നിധാനത്ത് നുഴഞ്ഞു കയറിയ പോറ്റി. ആ പോറ്റിയുടെ ബന്ധം കടകംപള്ളിയുമായിട്ടാണ്. ആ പോറ്റിയുടെ ബന്ധം പിണറായി വിജയനുമായിട്ടാണ്. ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സന്നിധാനത്തേക്ക് ഭൗതികവാദികളായിട്ടുള്ള സഖാക്കൾ തിരികെ കയറ്റിയ സഖാക്കള് പത്മകുമാറും വാസുവും മുരാരി ബാബുവും പോറ്റിയും ചേർന്ന് അയ്യന്റെ പൊന്നെന്നു കൊള്ളയടിച്ചു എന്ന് മാത്രമല്ല, ഉരുക്കി വിറ്റു എന്ന് മാത്രമല്ല, അതിന്റെ വിഹിതം ദൈവതുല്യനും എത്തിച്ചു കൊടുത്തു. എന്നിട്ടിപ്പോ പത്മകുമാർ ജയിലിൽ കിടന്ന് ജാമ്യാപേക്ഷയിൽ പറയുകയാ, ഞാൻ മാത്രമല്ല, ഞാനും പ്രതിയാണ്, ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷേ എനിക്കും കൂട്ടുപ്രതികളുണ്ട്, അവരെ കൂടി പിടിച്ചകത്തിടണമെന്നാണ് പത്മകുമാർ പറയുന്നത്. എന്നെ മാത്രം ജയിലിലിട്ടാൽ പോരാ എന്ന് പത്മകുമാർ പറയാ. പക്ഷേ ജനം എന്ത് പറഞ്ഞു? പിണറായി വിജയന്റെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പിയിട്ട് ജനം പറഞ്ഞു, കടക്ക പുറത്ത വിജയ, ഇനി ആ കസേരയിൽ ഇരിക്കണ്ട. അയ്യന്റെ പൊന്ന് കെട്ടവരാരും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണ്ടെന്ന് വിജയന്റെ മുഖത്ത് നോക്കി ജനം കാർക്കിച്ചു തുപ്പിയിട്ട് ആജ്ഞാപിക്കുകയാണ്. സഖാക്കള് ഇപ്പോഴും അതങ്ങോട്ട് അംഗീകരിച്ചിട്ടില്ല. ഇന്നലെ ഗോവിന്ദനോട് ചോദിക്കുമ്പോ ഗോവിന്ദൻ പറയുന്നത്, ആര് തോറ്റു, എപ്പ തോറ്റു, എന്ത് തോൽവി, എല്ലാം AI ജനറേറ്റഡ് ആണെന്ന് മാത്രമല്ല, UDF കോൺഗ്രസ് അത് മാധ്യമങ്ങളെ വിലക്കെടുത്തിട്ട് അവരോരോ വാർത്തകൾ പടച്ചു വിടുകയാണെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അപ്പൊ ഇതിന് മറുപടിയായിട്ട് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്, CPM-നെയും സഖാക്കളെയും അടിമകളെയും തോൽപ്പിക്കുക എന്നുള്ളതല്ല ബുദ്ധിമുട്ടുള്ള കാര്യം, തോൽപ്പിച്ചതിന് ശേഷം നിങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമെന്ന് ഇന്നലെ VD സതീശൻ പറയുന്നുണ്ടായി. യെസ്, ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ്. ഇപ്പോ ന്യായീകരണങ്ങളാണ്, ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഫിഡൽ കാസ്ട്രോയുടെയും അതുപോലെ ചെഗുവേരയും തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. കൊളായി നാസറും അതുപോലെ ബിനീഷ് കൊടിയേരിയും ഒക്കെ ഈ പറയുന്ന ഫിഡൽ കാസ്ട്രോയുടെ ചെഗുവേരയുടെ സംഭാഷണങ്ങൾ നമ്മൾ പോരാടും. അത്രേ. എന്തിനു പോരാടും? അയ്യന്റെ പൊന്ന് കക്കാൻ പോരാടുമോ? അതല്ല, അയ്യന്റെ പൊന്ന് കട്ടിട്ട് ജയിലിൽ കിടക്കുന്ന സഖാക്കളെ സംരക്ഷിക്കാൻ, അവർക്ക് പൊതിച്ചോറ് കൊണ്ടേ കൊടുക്കാൻ നിങ്ങൾ പോരാടുമോ? ജനം നിങ്ങളെ വലിച്ചെറിഞ്ഞിരിക്കുന്നു സഖാക്കളെ. ഇനിയെങ്കിലും അതൊന്നും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാവണം. ഇന്നലെ MA ബേബി പറയുന്നത് കേട്ടു, ഇത് അത്ര വലിയ തോൽവിയൊന്നുമല്ല എന്ന്. ആയിക്കോട്ടെ, നിങ്ങൾ അംഗീകരിക്കേണ്ടെന്നേ, നിങ്ങൾ അംഗീകരിക്കരുത്. ഏതുപോലെ മുകേഷിന്റെ പീഡനം ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലെന്ന് ലസിത നായർ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് നിങ്ങൾ അംഗീകരിക്കരുത്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം സഖാക്കള് എന്തെന്നാൽ, നിങ്ങൾ ഭരണത്തിലിരുന്ന പല ഭരണ സ്ഥാപനങ്ങളിലും ഇനി നിങ്ങൾ ഭരണത്തിലില്ല എന്നുള്ളതെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ 20, 25, 30 വർഷം അടക്കി ഭരിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിങ്ങൾ പാർട്ടി ഓഫീസ് പോലെയാക്കി കൊണ്ടു നടന്ന പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഇനി നിങ്ങൾക്ക് നോ എൻട്രി ആണ്. അതെങ്കിലും മനസ്സിലാക്കാനുള്ള വിവേകം, തിരിച്ചറിവ്, ബുദ്ധി ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങളുടെ ഭാഗത്തില്ല. തിരിച്ചറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം.
കാരണം ഇനി അത് പാർട്ടി ഓഫീസാണെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി ചെല്ലണ്ട, അവിടെ നിങ്ങൾക്ക് നോ എൻട്രിയാ. അപ്പോ അങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ പറഞ്ഞു വരുന്നത് ഈ പാട്ടിനെ കുറിച്ചാണ്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റിയേ, സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. പിണറായി വിജയന്റെ കരണത്തേറ്റ ഏറ്റവും വലിയ അടി. പിണറായി വിജയൻ ആവുന്നത് ശ്രമിച്ചു നോക്കിയതാണ്. 10 വർഷക്കാലം ഭരിച്ചിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പിണറായി ചെന്ന് വോട്ട് ചെയ്തിട്ട് പിണറായി വിജയന് പറയാനുണ്ടായിരുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ്. അതല്ലാതെ താൻ ചെയ്ത ഒരു നന്മയും നേട്ടങ്ങളും എടുത്തു പറയാൻ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഈ വരികൾ പ്രസക്തമാകുന്നത്. അത് തന്നെയാണ് PC വിഷ്ണുനാഥും പാടുന്നത്. PC വിഷ്ണുനാഥ് എന്നിട്ട് പറയുന്നുണ്ട്, ഇതിന്റെ വരികൾ എഴുതിയ ആളെ കുറിച്ച്, സംഗീതം നൽകിയവരെ കുറിച്ച്, പാടിയ വ്യക്തിയെ കുറിച്ച് പോലും അറിവില്ല. പക്ഷേ ഞങ്ങൾ പറഞ്ഞതിനെ ഏറ്റുപിടിക്കുന്ന ജനതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അത് അയ്യന്റെ പൊന്ന് കട്ടവരെ ജനം പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് എന്നുള്ളത് ഇനിയെങ്കിലും സഖാക്കൾ മനസ്സിലാക്കണം.